ആരെയും ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കിന് കേരളത്തിൽ വിലയില്ലേ എന്ന് ചോദിച്ചു തുടങ്ങേണ്ടി വരുന്നു ന്യൂസ് ടൈംസ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് വയോധികന്റെ വീട് ജപ്തി ചെയ്തിരിക്കുന്നു. നെയ്യാറ്റിൻകര അർബൻ ബാങ്കിന്റേതാണ് നടപടി. 2013 1.5 ലക്ഷം രൂപ വായ്പ എടുത്തു. പല തവണയായി 1.5 ലക്ഷത്തോളം അടച്ചു. എന്നാൽ വീണ്ടും 1,80,000 രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട്. ഈ വീട് ജപ്തി ചെയ്തതോടെ നാടാർകണം സ്വദേശി യേശുദാസൻ പെരുവഴിയിലായി. സർഫാസി ആക്ടിൽ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന നടപടി പാടില്ലെന്ന് ഈ മാസം 10-നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. താമസിക്കുന്ന വീട് ജപ്തി ചെയ്യാൻ പാടില്ല. ആളുകൾക്ക് അവരുടെ വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ട്. ഇത് കർശനമായി പാലിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ആ വാക്കുകൾ കേട്ട ശേഷം ഇപ്പോഴത്തെ ഈ പ്രധാന വാർത്തയിലേക്ക് വരും. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുക കൂടിയാണ് യേശുദാസൻ. ആദ്യം അരുൺ മോഹനിലേക്ക് പോകുന്നു. അരുൺ മോഹൻ, നെയ്യാറ്റിൻകര അർബൻ ബാങ്ക് വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴും ഈ വലിയ പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൊണ്ട് ഇത്തരം വാർത്തകൾ ആവർത്തിക്കുകയില്ല എന്നൊരു പ്രതീക്ഷ സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഇല്ലാതായിരിക്കുന്നത്. എപ്പോഴാണ് ജപ്തി ചെയ്തത്? അപർണ സൂചിപ്പിച്ചതുപോലെ ഈ 56-കാരൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന നാടാർകുണം, നെയ്യാറ്റിൻകര നാടാർകുണം സ്വദേശിയായ 56-കാരനായ യേശുദാസിന്റെ വീടിന് നേരെ ജപ്തി നടപടിയുമായി നെയ്യാറ്റിൻകര അർബൻ ബാങ്കിന്റെ ശാഖ പ്രതിനിധികൾ എത്തിയത്, നടപടി നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ 2013 ഇദ്ദേഹം 1.5 ലക്ഷം രൂപ ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. കറക്റ്റായി തിരിച്ചടച്ചുകൊണ്ട് വന്നിരുന്നു. കാരണം ഇത് ഒരു കർഷകനാണ്, കറക്റ്റായി തിരിച്ചടച്ചു വന്നു. പക്ഷേ കൊറോണ കാലവും ഒപ്പം ഭാര്യയുടെ തങ്കപുഷ്പത്തിന്റെ ചികിത്സയും, അവർ വൃക്കരോഗിയും ഹൃദ്രോഗിയൊക്കെ ആയി മാറി, ചികിത്സയും ഇദ്ദേഹത്തിന്റെ തിരിച്ചടവും മുടക്കി. എന്നിരുന്നാലും ഇദ്ദേഹം നാളിതുവരെ 1,80,000 രൂപയോളം ബാങ്കിൽ തിരിച്ചടച്ചിരുന്നു. എന്നാൽ ഈ കാലയളവിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ 2 മാസത്തിനു മുമ്പ് മരിച്ചു. ആകെ ദുരിതത്തിൽ ആയി ഒരവസ്ഥയായിരുന്നു. ഈ സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വന്ന് ഈ പറയുന്ന ജപ്തി നടപടി നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മകന് പലതവണ ഈ നോട്ടീസൊക്കെ കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ മകൻ അത് കാര്യമായി എടുത്തിരുന്നില്ല, അച്ഛനോടത് പങ്കുവച്ചിരുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ പറയുന്ന ആരോരുമില്ലാതെ ഭാര്യ മരിച്ചു. മകനും മരുമകളും വേറെ വീട്ടിലാണ്. ഒപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട്. അത് മകളെ കല്യാണം കഴിച്ചു. ഇയാൾ ഏക ആശ്രയമായിരുന്ന വീട്ടിനകത്ത് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ജപ്തി നടപടികൾ പൂർത്തിയാക്കി. തുണി പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇദ്ദേഹത്തെ മാറ്റുകയായിരുന്നു ബാങ്ക് അധികൃതർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ബന്ധുവീട്ടിലായിരുന്നു അദ്ദേഹം ഇന്നലെയും ഇന്നുമൊക്കെ അന്തി ഉറങ്ങിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപർണ, ഞാൻ തിരികെ എത്താം. അരുൺ, ഇപ്പോൾ നടപടി വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഇത്രയും കടുത്തൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് യേശുദാസൻ. പ്രതികരണത്തിലേക്ക് പോയിട്ട് ഞാൻ കുറച്ചടച്ച് മുക്കാലടച്ച് പിന്നെ കൊറോണ സമയത്ത് പിന്നെ അടയ്ക്കാതായി. അവർ ബാങ്ക് തുറക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ പണികളില്ലാതുകൊണ്ട് അടയ്ക്കാനും പറ്റിയില്ല. അങ്ങനെ കിടന്നു. പിന്നെ കൊണ്ടിരുന്നതിൻ്റെ അടച്ച് അത് പോയിട്ട് ഇപ്പോഴും നോട്ടീസ് വന്ന് അത് മോനെ അറിയിച്ചു. അത് എൻ്റെ ഇടാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല സംഭവം എന്തിനാണ്. എൻ്റെ ഇടാൻ ഉണ്ടില്ല, അതുകൊണ്ടാണ് പറ്റിയത്. ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ ഇവിടെ ആശ്രയിക്കാസും മെഡിക്കകളെ കൊണ്ട് ആശ്രയി സീസൽ ആയിരുന്നു. അവിടെ 11 ദിവസം ആശ്രയി കിടന്നു. പിന്നെ അവിടെ നിന്ന് അറ്റാക്ക്, പിന്നെ
കിഡ്നി കംപ്ലൈൻറ്റ് കാറിൻ്റെ ഒക്കെ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ മരിച്ചത്. ഇവിടെ 2 മാസമായിരുന്നു അവൾ മരിച്ചിട്ട്. ഞാൻ ഇപ്പം പറ്റിയായി പിന്നെ എൻ്റെ മുന്നേ ഇല്ല, മറ്റുള്ള കാര്യം നമുക്ക് ബാങ്കിൽ നിന്ന് ആര് വിളിച്ചാലും പറയുകയില്ല, ഒന്നും പറയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പറ്റാതെയായി. ഞാൻ ജനലിൽ കൂടി 2 തുണിയെടുത്ത് കമ്പ് കൊണ്ട് കിണ്ടി അകത്ത് കയറാനും പറ്റില്ല. അവർ ഇന്നലെ വന്നിട്ട് സീൽ ചെയ്തായിരുന്നു. ഞാൻ ഇന്നലെ പണിക്ക് പോയിട്ട് വന്നപ്പം ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ് കണ്ടത്. 6 മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്. നെയ്യാറ്റിൻകരയിലെ പൊതുപ്രവർത്തകരും ഈ വിഷയത്തിനകത്തൊക്കെ ഇടപെടുന്നു. ആന്റണി എന്നൊരു പൊതുപ്രവർത്തകൻ കൂടി നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് കൂടി. പനിച്ചോട് ശാഖ അർബൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. പലതവണ അവർ അടച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവർ ഈ യേശുദാസൻ എന്ന് പറഞ്ഞൊരു കൂലിപ്പണിക്കാരനാണ്. യേശുദാസൻ്റെ ഭാര്യയും കഴിഞ്ഞ 2 മാസമായിട്ട് മരിച്ചിട്ട് അതിൻ്റെ ഒരു പരിഗണനയും കൊടുക്കാതെ പുള്ളി പുറത്താക്കി സീൽ ചെയ്തിട്ട് പോയി. ഇതൊരിക്കലും ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു വയസ്സായ ആളിനെ പുറത്തിറക്കി വിട്ടിട്ട് വിടാൻ നിയമമില്ല. പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അടയ്ക്കണം, അത് തീർച്ചയായിട്ടും അടയ്ക്കണം. പക്ഷേ അതിനെല്ലാം വേറെ ചില മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് അത് ചെയ്യണം. അത് ചെയ്യാത്തത് ബാങ്ക് കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. റൈറ്റ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് പാർവതി സത്യദേവൻ കൂടി നമുക്ക് ചേരുന്നു. പാർവതി, മുഖ്യമന്ത്രിയുടെ വാക്കും വെറും വാക്കായി അവസാനിക്കുന്നു. ഇതിനകത്ത് ഈ കൊറോണ കാലത്ത് സംഭവിച്ച വിഷയം കർഷകനാണ്, സ്വാഭാവികമായിട്ടും അതിൽ ഇളവ് നൽകണമെന്ന് തന്നെ പലതവണ പറഞ്ഞതാണ്. അത്തരം നിർദ്ദേശങ്ങളൊക്കെ വന്നത് ഇതെല്ലാ കാര്യങ്ങളും തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണോ ഇത് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? അപർണ, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞത്. അതായത് വായ്പാ തിരിച്ചടവിന്റെ ഭാഗമായി താമസക്കാരെ ഇറക്കി വിട്ടുകൊണ്ട് വീട് ജപ്തി ചെയ്യുന്ന നടപടി ഒഴിവാക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ നൽകിയ ഉറപ്പ്. എന്നാൽ ഈ ഉറപ്പ് പാഴ്വാക്കാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രി അന്ന് സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീട് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ ശക്തമായ നിയമനിർമ്മാണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനായി വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ജൂലൈ 15-നകം റിപ്പോർട്ടും സമർപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ജൂലൈ 15-ന് കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയിൽ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും ജൂലൈയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെയാണ് വീണ്ടും ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഫെബ്രുവരി 10-ന് മുഖ്യമന്ത്രി വീട് ജപ്തി ചെയ്ത് ആളുകൾക്ക് കിടപ്പാടം ഇല്ലാതാക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പിന്നാലെ കൊല്ലത്തും സമാന സംഭവമുണ്ടായി. 6-അംഗ കുടുംബത്തിനെ വീടിൽ നിന്ന്, ചെറിയ കുട്ടികൾ ഉൾപ്പെടുന്ന 6-അംഗ കുടുംബത്തിനെ വീടിൽ നിന്ന് പുറത്തിറക്കി വിട്ടിരുന്ന സാഹചര്യമുണ്ടായി. സമാന സംഭവം നാടിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടും ഇത്തരം ജപ്തി നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപർണ.